ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഇന്ന് കുചേല ദിനമാണ്. എല്ലാവർക്കും കുചേലൻ്റെയും ഭഗവാന്റെയും ആ സൗഹൃദത്തിൻ്റെ കഥയും കുചേലൻ അവൽപ്പതിയുമായി ഭഗവാന്റെ അടുക്ക ചെന്നതും അതിനുശേഷം സർവ്വ സൗഭാഗ്യങ്ങളും നൽകിയതായിട്ടുള്ള ആ കഥകൾ എല്ലാവർക്കും മനഃപാഠമാണല്ലേ. അതിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ, ഭഗവാനെ അത്ര അറിഞ്ഞ ഒരു ആത്മാർത്ഥ സുഹൃത്തായിട്ട് പോലും കുചേലൻ്റെ ഉള്ളിൽ സന്ദേഹമാണ്. ഈ അവൽപ്പൊതി കൊണ്ടു കൊടുത്താൽ കണ്ണൻ സ്വീകരിക്കുമോ, കണ്ണന് ഇത് ഇഷ്ടപ്പെടുമോ എന്നുള്ള സന്ദേഹമാണ്. കണ്ണനെ സഹായം ചോദിക്കാനായിട്ട് കുചേല പത്നി നാളുകളായിട്ട് പറയുകയാണ്, കണ്ണൻ്റെ ഇടയ്ക്ക് ഒന്ന് ചെല്ലൂ, നിങ്ങളുടെ ചങ്ങാതിയല്ലേ, കണ്ണൻ വിചാരിച്ചാൽ നമ്മുടെ ദാരിദ്ര്യമെല്ലാം മാറും, നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറുമെന്ന് കുചേലൻ്റെ പത്നി നാളുകളായിട്ട് പറയുകയാണ്. പക്ഷേ കുചേലന് സന്ദേഹമാണ്. പോകാമോ, കണ്ണൻ്റെ അടുക്ക പോകാവോ, കണ്ണൻ എന്തെങ്കിലും ചിന്തിക്കുമോ? അപ്പോൾ ശരിക്കും കുചേലനെക്കാട്ടിൽ ഭഗവാനോട് വിശ്വാസം അവിടെ ആർക്കാണ്? കുചേലൻ്റെ പത്നിക്കാണ് കാണാൻ സാധിക്കുന്നത്. പത്നി ഉറപ്പ് പറയുകയാണ്, നിങ്ങളുടെ ചങ്ങാതിയല്ലേ, നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കാതിരിക്കില്ല. ഉറച്ച വിശ്വാസമാണ് കുചേലൻ്റെ പത്നി അവിടെ കാണിക്കുന്നത്. ശരിക്കും നമുക്ക് വിശ്വാസമാണ് വേണ്ടത് ഭഗവാനോട്. സ്നേഹം മാത്രമല്ല, ആ സ്നേഹത്തിൻ്റെ കൂട്ടത്തിൽ ആ വിശ്വാസമാണ് നമ്മളൊരു മാതൃകയാക്കി എടുക്കേണ്ടത്. എന്ത് സംഭവിച്ചാലും ഭഗവാൻ ഉണ്ടാകും, ഭഗവാൻ കൈവിടില്ല, ഭഗവാൻ അങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. നമ്മൾ എന്ത് കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും. അത് നമ്മളെ കൊണ്ടാവുന്ന ഒരു തുളസിക്കതിര് പോലും, ഒരു തുളസിപ്പൂ പോലും സമർപ്പിച്ചാൽ ഭഗവാൻ നമ്മൾ മനസ്സറിഞ്ഞ് സമർപ്പിച്ചാൽ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് അവിടെ ആ ഒരു കുചേല പത്നിയുടെ ആ വിശ്വാസം. ഞാനൊക്കെ ചെറുപ്പകാലത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ, ഞാൻ 95-ലാണ് ജനിച്ചത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഭഗവാനെ കാണണം, കൃഷ്ണനെ കാണണം, കൃഷ്ണൻ്റെ കാമുകിയാകണം, കൃഷ്ണനെ വിവാഹം ചെയ്യണം. അതായത് ആ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ എൻ്റെ വിശ്വാസം ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ച ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികൾക്കൊക്കെ ഹീറോ കൃഷ്ണൻ തന്നെയാണെന്നാണ്. അങ്ങനെയായിരുന്നു ചിന്ത. എങ്ങനെയെങ്കിലും കണ്ണനെ ഒന്ന് കാണണം, വൃന്ദാവനത്തിലൊന്ന് പോകണം, അവിടുത്തെ ഗോപികയായിട്ട് മാറണം. അങ്ങനെയുള്ള നിഷ്കളങ്കമായിട്ടുള്ള ആഗ്രഹങ്ങളും ഭഗവാനോടുള്ള ഒരു വളരെ ആ ആത്മബന്ധത്തെ വർണ്ണിക്കുവാൻ വാക്കുകളില്ല. അങ്ങനെ ഒരു അടുപ്പമായിരുന്നു ഭഗവാനായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ 2010 ഏകദേശം ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ സമയത്ത് ഭഗവാനോടുള്ള ആ ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതായത് അതിനുശേഷം വിളിക്കുന്നുണ്ട്, ഭഗവാനെ വിളിക്കുന്നുണ്ട്, നാരായണ ജപിക്കുന്നുണ്ട്, ഭാഗവതമൊക്കെ വായിക്കുന്നുണ്ട്, അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്, തൊഴുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ കണ്ണൻ എന്നുള്ള ആ ഒരു ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അതിനുശേഷം സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞു. സ്കൂൾ ലൈഫ് കഴിഞ്ഞ് ക്യാമ്പസ് ലൈഫിലേക്ക് കയറി കഴിഞ്ഞ് ശരിക്കും ഒരു ബാഹ്യമായിട്ടുള്ള ആ ലോകത്ത്, ആ ഒരു ക്യാമ്പസിലെ കാഴ്ചകൾ, കൂട്ടുകാർ, ക്യാമ്പസ് ലവ്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മൾ മനസ്സ് കൈവിട്ടുപോയി. ഭഗവാൻ ഇങ്ങനൊരാളുണ്ട് എന്നുള്ള ഒരു ഓർമ്മ പോലും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഗുരുവായൂർ അമ്പലം പോലും ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഗുരുവായൂർ പോകണം എന്നുള്ള ഒരാഗ്രഹം പോലും തോന്നാത്ത ചില സമയങ്ങളുണ്ടായിരുന്നു. ഇപ്പം എനിക്കതൊക്കെ ഓർക്കുമ്പോൾ വളരെയധികം കുറ്റബോധം തോന്നുന്നുണ്ട്. കാര്യം വെറുതെ കളയുകയായിരുന്നു. എത്ര വർഷങ്ങൾ, ഒരു 2022 വരെ ഞാൻ ഈ ഭഗവാനോടുമായിട്ടുള്ള ഈ ഒരു ബന്ധം, ഒരു ആത്മബന്ധം, ആ ഹൃദയബന്ധത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവാനെ കണ്ണനായിട്ട് കാണുന്നവർക്ക്, ഭഗവാനുമായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകും. അതല്ലാത്തവരുടെ കാഴ്ചപ്പാട് ഡിഫറെൻ്റ് ആയതുകൊണ്ട് എങ്ങനെയാണ് ഇത് തോന്നുന്നതെന്ന് എനിക്കറിയില്ല. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് എങ്ങനെ കാണണം എന്നുള്ളത്. അപ്പോൾ 2018 എൻ്റെ വിവാഹം കഴിഞ്ഞ് 2 തവണ എനിക്ക് പ്രഗ്നൻസി ഫെയിലിയർ ഉണ്ടായി. അത് കഴിഞ്ഞ് 3ാമതാണ് ഒരു കുഞ്ഞിനെ കിട്ടിയത്. അപ്പോൾ ഈ 2ാമത്തെ പ്രഗ്നൻസി ഫെയിലിയർ കഴിഞ്ഞിട്ട്
ഒരു ശരിക്കും ഒരു ഡിപ്രഷൻ ആ ഒരു സ്റ്റേജിലേക്ക് ഞാൻ പോയതാണ്. അതായത് ആരെയും കാണാൻ ഇഷ്ടമല്ല, ആരോടും മിണ്ടാൻ ഇഷ്ടമല്ല, ആരും വേണ്ട, ദേഷ്യം വരിക, എല്ലാത്തിനും ദേഷ്യം വരിക. അങ്ങനെ വേറൊരു തലത്തിലായിരുന്നു എൻ്റെ ചിന്താഗതികളൊക്കെ. ആ ഒരു ഡിപ്രഷനിൽ നിന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തട്ടിയാണ് ഞാൻ പറയുന്നത്, നോർമൽ ലൈഫിലേക്ക് പതുക്കെ എന്നെ കൊണ്ടുവന്നത്. അത് പറയുന്നതിൽ എനിക്ക് ഒരു മടിയില്ല, എവിടെ വേണമെങ്കിലും ഞാനത് പറയും, എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അതാണ് ശരി, എൻ്റെ അനുഭവം അതാണ്. അപ്പോൾ ഇങ്ങനെ ആരെയും ഇഷ്ടമല്ല, ആരും വേണ്ടാന്ന് തോന്നുക, ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നുക, അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് ഒരു 2010 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട പോയ എൻ്റെ ആ ഭഗവാനെ എനിക്ക് കിട്ടി. അത് ഇത്ര വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോടിടയ്ക്ക് ഞാൻ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളൊക്കെ തൊഴാറുണ്ട്. ഈ പറയുന്ന പോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കാറുണ്ട്, വിളക്ക് കൊളുത്തി കഴിഞ്ഞ് അതിന് മുമ്പിലിരുന്ന് നാമം ജപിക്കാറുണ്ട്. പക്ഷേ ആ ബന്ധമില്ല. ഭഗവാൻ എൻ്റെ കണ്ണനാണ്, ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കൃഷ്ണ അനുഭവം കിട്ടുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഈ 2022 എനിക്ക് ഭഗവാനെ കിട്ടി. പക്ഷേ എനിക്ക് കിട്ടിയത് ദേവി രാധയിലൂടെയാണ്, രാധാറാണിയിലൂടെയാണ് എനിക്ക് കിട്ടിയത്. അത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നെനിക്കറിയില്ല, എങ്ങനെയാണ് എടുക്കുക എന്നെനിക്കറിയില്ല. പക്ഷേ അതെൻ്റെ അനുഭവമാണ്. ദേവി രാധ എന്ന് പറയുന്നത് ഭഗവാനിലേക്ക് എളുപ്പം എത്താനുള്ള മാർഗ്ഗമാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസൊക്കെ രാധാറാണിയെക്കുറിച്ച് കാണാറുണ്ട്. പണ്ട് വെറും ഒരു ഗോപികയാണ് എന്നൊരു കൺസെപ്റ്റിൽ കണ്ടുകൊണ്ടിരുന്നവരിൽ നിന്നും ഇപ്പോൾ ഒരു 100ൽ 70% പേരെങ്കിലും ദേവി രാധയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് വീഡിയോസ് നമ്മൾ ദേവി രാധയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ദേവി രാധ ആരാണെന്ന് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള അറിവൊന്നും എനിക്കില്ല. പക്ഷേ ഇത് എൻ്റെ അനുഭവമാണ്. എനിക്ക് ഭഗവാനെ പിന്നീട് ആ ഒരു കണക്ഷൻ കിട്ടിയത് ദേവി രാധയിലൂടെയാണ്. ആ സമയത്ത് ഫേസ്ബുക്കിൽ മോക്ഷ എന്ന് പറയുന്ന ആ പേജൊക്കെ ഞാൻ കാണുമായിരുന്നു. അതുപോലെ രാധാകൃഷ്ണ സീരിയൽ കാണുമായിരുന്നു. അപ്പോൾ സീരിയലിലൊക്കെ സാങ്കല്പിക കഥകളായിരിക്കും പറയുന്നത്. പക്ഷേ എന്തോ അതെല്ലാം ഒരു നിമിത്തമായിട്ട് എനിക്ക് തോന്നി. അതെന്നെ അഫക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അതെൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു എന്ന് പറയാം. അങ്ങനെ ഈ മോക്ഷയിൽ മോക്ഷ എന്ന് പറയുന്ന ചാനലിൽ വൃന്ദാവനത്തിലെ കാഴ്ചകൾ, രാസവൻ, രാധാറാണിയുടെ ബർസാന എന്ന് പറയുന്ന നഗരത്തിലെ കാഴ്ചകളുമൊക്കെ കാണിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ രാധാകുണ്ട്, ശംകുണ്ട് ഇതെല്ലാം കണ്ട് ആ വൃന്ദാവനത്തിലെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആ തെളിവുകളും എല്ലാം കണ്ടു കഴിഞ്ഞ് ഞാൻ ഭഗവാനെ മറന്നല്ലോ എന്നായിപ്പോയി. കാര്യം 10-12 വർഷത്തോളം ഭഗവാനെ ശരിക്കും മറന്ന് ജീവിക്കുകയായിരുന്നു. എനിക്ക് പിന്നെ അതിലേക്ക് എത്താൻ സാധിച്ചത്, ഭഗവാനിലേക്ക് എത്താൻ സാധിച്ചത് രാധാറാണിയിലൂടെയാണ്. അതിലൊരു സംശയമില്ല. രാധ എന്ന് പറയുന്നത് ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗം തന്നെയാണ്, ഏറ്റവും എളുപ്പമാർഗ്ഗമാണ്. ഭഗവാനിൽ തന്നെയുള്ള ഭഗവാന്റെ പ്രേമസ്വരൂപമാണ് രാധ. അതിൽ ഒരു സംശയവും ഇല്ല. നമുക്കിപ്പം ഒരുപാട് പേർക്ക് അത് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധാര എന്താണ്? ധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുക്ക് അല്ലേ? നമ്മൾ ജലധാര എന്നൊക്കെ പറയില്ലേ? ധാര എന്ന് പറഞ്ഞാൽ ഒഴുക്കാണ്. ഈ ധാര എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് ധാര 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 ഇങ്ങനെ കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു നോക്കുക. ഇനി എൻ്റെ മനസ്സിൻ്റെ തോന്നൽ കൊണ്ടാണോ എന്നറിയില്ല, എനിക്കത് രാധയായിട്ടാണ് തോന്നുന്നത്. അപ്പം ധാരയാണ് രാധ. പക്ഷേ അത് എവിടേക്കാണ്? ആ ധാര പോകുന്നത് ഭഗവാനിലേക്കാണ്, കൃഷ്ണനിലേക്കാണ്. ഭഗവാനിലേക്കുള്ള ഒരു സ്റ്റോപ്പില്ലാത്ത അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രേമത്തിൻ്റെ ഒഴുക്കാണ് ദേവി രാധ.
അപ്പോൾ കൃഷ്ണനെ ഭഗവാനെ സ്മരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ രാധാറാണിയും കൂടെ സ്മരിച്ചാൽ രാധേ കൃഷ്ണ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം വരിക. അപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് വരെ രാധേ രാധേ എന്നാണ്. രാധേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സന്തോഷമാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ മാത്രമാണ് കുറച്ച് അത് ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് പാടായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഒരുപാട് വീഡിയോസ് അങ്ങനെ നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് സത്യം എന്ന് പറയില്ലേ. അപ്പം നമ്മളുടെ അനുഭവത്തിൽ എന്താണോ വരുന്നത് അതാണ് നമ്മളുടെ സത്യം. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ സത്യം അതാണ്. അപ്പോൾ ഈ ഭഗവാന്റെ കൂടെ രാധേ കൃഷ്ണ രാധേശ്യാം രാധേശ്യാം എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ് മനസ്സിന്. എന്തെങ്കിലും ഒരു ദുഃഖം വരുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, എന്ത് വിഷമാണെങ്കിലും നമ്മുടെ സാഹചര്യം നമ്മളത്രയും തളർന്നിരിക്കുന്ന സമയത്താണെങ്കിലും രാധേശ്യാം രാധേശ്യാം ഞാൻ കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ പറയും. ക്രോധം അടക്കാൻ പറ്റാത്ത ക്രോധം വരികയാണെങ്കിലും രാധേശ്യാം രാധേശ്യാം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം പറഞ്ഞു കഴിയുമ്പോൾ ഒരു സുഖമാണ്. എല്ലാം നമ്മുടെ കൺട്രോളിലാവുന്ന പോലെ തോന്നും. ഇതിപ്പോൾ ഓരോരുത്തരുടെ അനുഭവമാണ്. ഇതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. എൻ്റെ കാഴ്ചപ്പാടാണ്, ഇതെൻ്റെ അനുഭവമാണ്. അതിന് ശേഷം ഇതേവരെ ഭഗവാന് അങ്ങനെ ആ ബന്ധം മുറിഞ്ഞു പോയിട്ടില്ല, ഭഗവാനുമായിട്ടുള്ള ബന്ധം. ഇടയ്ക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ കുറച്ച് നാൾ ഒന്ന് മാറി നിൽക്കും. അത് ശരിയാണ്, കുറച്ച് നാൾ മാറി നിൽക്കും. കാര്യം ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും ഉണ്ടായാൽ പിന്നെ ദുഃഖം ഉണ്ടാവില്ല എന്നല്ല, ആ ദുഃഖം നമ്മളെ ബാധിക്കില്ല എന്നാണ്, അതാണ് സത്യം. അപ്പോൾ ഭഗവാൻ ഓർക്കും സുഖവും ദുഃഖവും വേണമല്ലോ, ഇത് രണ്ടും ഒരുപോലെ വേണമല്ലോ. അപ്പോൾ ഭഗവാൻ ഇച്ചിരി നേരം ഒന്ന് മാറി നിൽക്കും നമ്മുടെ അടുത്തുനിന്ന്. അതിപ്പോഴും സംഭവിക്കാറുണ്ട്. കുറച്ച് നാളത്തേക്കൊന്നും മറന്നു പോകും. വലിയ കോണ്ടാക്റ്റ് കാണില്ല, കമ്മ്യൂണിക്കേഷനൊന്നും കാണത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഭഗവാനുമായിട്ട് സംസാരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അല്ലാത്തവർക്ക് ഇതെന്താ പറയണേ എന്ന് തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന്ന് ഈ കുചേല ദിനമായിട്ട് ഭഗവാനെ ഒരു സുഹൃത്തിനെ പോലെ, അല്ലെങ്കിൽ എന്ത് റിലേഷനാണ് ഭഗവാൻ എന്താണ് നമുക്ക് ചിലപ്പോൾ ഒരു വാക്കുകൊണ്ട് വർണ്ണിക്കാനാവാത്ത ബന്ധമുള്ളവരുണ്ട് അല്ലേ. എന്താണ്, കാമുകനാണോ അറിയില്ല, സുഹൃത്താണോ അറിയില്ല, ഭർത്താവാണോ അറിയില്ല, മകനാണോ, അങ്ങനെ എന്ത് ബന്ധമാണ് ഭഗവാനായിട്ട് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുപടി ഇല്ലാത്ത തരത്തിൽ അത്രയും അടുപ്പമുള്ള ആളുകളും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇന്ന് തന്നെ ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയിൽ വന്നത്. ഫോളോവേഴ്സൊക്കെ കുറവായതുകൊണ്ട് ലൈവ് വീഡിയോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ടെലികാസ്റ്റ് വീഡിയോ ഇട്ടത്. എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. 10 പേരാണെങ്കിൽ 10 പേര്, അത് ഭഗവാൻ ചൂസ് ചെയ്തവരെ ആയിരിക്കും ഈ വീഡിയോ കാണുക. അത് മതി. പുതിയൊരു ചാനലാണ്, തുടങ്ങി വരുന്നതേ ഉള്ളൂ, ഫോളോവേഴ്സൊക്കെ കുറവാണ്. അപ്പോൾ എനിക്ക് ലൈവ് ഇടാൻ പറ്റുന്നില്ല. ലൈവ് ഇടണമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ടെലികാസ്റ്റ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് എത്ര പേര് കാണുമെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പം എല്ലാവർക്കും ക്ഷമ തീരെ കുറവാണ്. ആദ്യത്തെ ഒരു 3 സെക്കൻഡ് പോലും കാണുമോയെന്ന് എനിക്കറിയില്ല. കണ്ട് സ്കിപ്പ് ചെയ്ത് പോകാനാണ് സാധ്യത. അറിയില്ല മൊത്തം കാണുമോയെന്നൊന്നും. പക്ഷേ ഭഗവാൻ ചൂസ് ചെയ്യുന്നവർ ഇത് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ജയ് ശ്രീ രാധേ രാധേ.